സ്ഥിരമായിട്ട് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകളെ ഇനി പറയുന്ന 5 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടിന് നല്ല മാറ്റം ഉണ്ടാവും. ഒന്ന്, വളരെ വേഗത്തിലായിരിക്കും അധിക പേരും ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം സ്ലോ ആയിട്ട് ചവച്ചരച്ച് സാവധാനം കഴിക്കുക. വേഗത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കൂടുതൽ ഗ്യാസ് കയറും, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. രണ്ടാമത്തത്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മൊബൈൽ നോക്കുക അല്ലെങ്കിൽ സംസാരിക്കുക, അങ്ങനെ ചെയ്യരുത്. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ തന്നെ ശ്രദ്ധിക്കുക, സംസാരിക്കാതെ കഴിക്കുക. 3, ചായ കാപ്പി കൂടുതൽ കുടിക്കുന്ന ആളുകൾ അതിൻ്റെ അളവ് കുറയ്ക്കുക. പ്രത്യേകിച്ച് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ളവർ ഭക്ഷണത്തിന് ശേഷം ചായ കാപ്പി കുടിക്കാതിരിക്കുക. 4, ഭക്ഷണം കഴിച്ച ഉടനെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾ പോയി കിടക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ വ്യായാമം ചെയ്യാനും പാടില്ല. ഏറ്റവും നല്ലത് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു 5-10 മിനിറ്റ് സാധാരണ വേഗതയിൽ വീടിൻ്റെ അകത്തോ മുറ്റത്തോ നടക്കുന്നതാണ് നല്ലത്. 5, ഇരുന്ന് ജോലി ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ദിവസവും അരമണിക്കൂർ വ്യായാമം ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. സ്ഥിരമായിട്ട് വയറ് സ്തംഭനവും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടും പറയുന്ന നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഇത് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.